മറാത്ത പാലസിലോട്ട് വന്നത് ഇവിടെയാണ് ഇപ്പോൾ കാർ പാർക്ക് ചെയ്ത്. പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ വേറൊരു വശത്തായിരുന്നു പാർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ശരിക്കും പാർക്കിൻ്റെ ഉള്ളിലാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്കാരന്മാരുടെ ബ്ലോക്കും എല്ലാം കാരണം എല്ലാവരും ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ കാറും കൊണ്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. ബൈക്ക് കൊണ്ട് വരുന്നവർക്ക് ഏറ്റവും കംഫർട്ട്. നേരെ പാർക്കിങ്ങിന് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ആയിരിക്കും. വേണ്ടില്ലേ അടിപൊളി പാലസാട്ടോ. എത്ര വലുതല്ലേ, വലുതാ. വേണ്ടില്ലേ നല്ല പൊക്കമുള്ള മിനാരങ്ങളുള്ളതാണ്. നല്ല വീതിയുള്ള. ഇവിടെ എന്താ ആൾക്കാർ കിടന്നുറങ്ങുന്നു. നേരെ ഇറങ്ങി വേറെ ഒരു കൊത്തളം ഇത് കണ്ടില്ലേ, മിന്നാരൊക്കെ ഉള്ള ഒരു ബിൽഡിങ്, അതിനകത്താണ്. വലിയൊരു ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലം, ഗ്രൗണ്ടല്ല മൊത്തം കോംപ്ലക്സും എത്തിയിരിക്കണം. ഇങ്ങോട്ട് ദർബാർ ഹാള്, ഇവിടെ സരസ്വതി മഹാൽ ലൈബ്രറി, അങ്ങോട്ട് പാലസിൻ്റെ ബിൽഡിങ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കാർ പാർക്കിങ്, ഇവിടെയും കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. വലിയൊരു എന്താ പറയുക ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമാണ്. എന്തായാലും കൊള്ളാം. നമുക്കൊരു ചെറിയ പണി കിട്ടി. നമ്മൾ ടിക്കറ്റ് എടുത്തു, 50 രൂപയാണ് കേട്ടോ. അതായത് ആർട്ട് ഗാലറിയും അതുപോലെ തന്നെ ലൈബ്രറിയും കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ആയി എന്നാണ് പറയുന്നത്. 4:30 മുമ്പ് ഇവിടെ എത്താൻ ശ്രമിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പണി കിട്ടും. ഇപ്പോൾ അത് 2 മാത്രമേ കാണാൻ പറ്റുള്ളൂ. നോക്കട്ടെ, കയറാൻ പറ്റണമെങ്കിൽ കയറും. നമ്മളിപ്പോൾ ലൈബ്രറിയിലോട്ടാണ് കയറുന്നത്. ഞാൻ ആദ്യം പോയത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന മ്യൂസിയം. അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തു നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ 200-300 വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതും എല്ലാ കാര്യങ്ങളും, അതായത് മെഡിക്കൽ പരമായിട്ടുള്ളത് എല്ലാ ബുക്കുകൾ, അതുപോലെ തന്നെ ലിപികൾ, അന്ന് ഉപയോഗിച്ച കുറേ ആയുധങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ശേഖരമാണ് കേട്ടോ ഇവിടെയുള്ളത്. നല്ല രസമുണ്ട്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളിപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡാണ്, പക്ഷേ പണ്ടുള്ള വ്യക്തികൾ നമ്മളെക്കാളും ഭയങ്കര അഡ്വാൻസ്ഡ് ആട്ടോ. അവരെല്ലാ കാര്യങ്ങളും വരച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വീഡിയോഗ്രാഫി അല്ലോടല്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളിനി ആർട്ട് ഗാലറിയിലോട്ടാണ് പോകുന്നത്. അവിടെ 5 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റും. ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്നറിയില്ല. ഇങ്ങോട്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ട്, ബെൽ ടവർ ആണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം കേട്ടോ. കയറി ചെന്നത് കുറേയധികം കൽശില്പങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു ഫസ്റ്റത്തെ ഫ്രണ്ടിലെ ഹാളിൽ തന്നെ. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ബിൽഡിങ്സാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ അന്ന് ഉണ്ടാക്കിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആർച്ച്, അതുപോലെ തന്നെ മേലെ ടെറസില്ലേ, നമ്മുടെ വാർപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ അത്ഭുതപ്പെട്ട് നോക്കാം കേട്ടോ. മുന്നിലായിട്ട് വലിയ ഗോപുരം കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പാലസ്. പണ്ടത്തെ മറാത്ത രാജാക്കന്മാരുടെ പാലസിലെ ആർട്ട് ഗാലറിയാണ് ഈ ഭാഗം വരുന്നത്. എന്താ അല്ലേ, അന്നത്തെ ഒരു പ്രൗഢിയുടെ പ്രതീകമാണ് ഇവിടെ എല്ലാം വരച്ച് ചേർത്തിരിക്കുന്നത്. സിമെൻറ്റിലാണോ കല്ലിലാണോ എന്നറിയില്ല, കാരണം ഇവിടെ നന്നായി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിലുള്ള പെയിൻറ്റിങ് ചെയ്ത കാരണം തന്നെ എന്തിലാണ് നിർമ്മിച്ചതെന്നറിയില്ല. ഇതുണ്ടല്ലേ, ഓരോ തൂണിലും ഓരോരോ ശില്പങ്ങളും അതുപോലെ ചിത്രങ്ങളും ഓരോ കഥകളും കൊത്തി വരച്ച് വെച്ചിട്ടുണ്ട്. എന്താല്ലേ അടിപൊളി. മുകളിലോട്ട് 5 നിലയും ഈ വെള്ള ബിൽഡിങ്ങിന് മേലെ 1 നിലയും കാണണം. മൊത്തം 6 നിലയായിരിക്കണം കേട്ടോ. ഇഷ്ടം പോലെ തത്തകളാണ്. അതിൽ ബിൽഡിങ്സിൽ മൊത്തം തത്തകളും മൈനുകളുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണണമെന്നറിയില്ല, തത്തകൾ നിറയെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ബിൽഡിങ് മുഴുവൻ തത്തകളാണ്. പിന്നെ ഈ മരത്തിലും തൊട്ടടുത്തുള്ള ഈ മരത്തിൽ മുഴുവൻ തത്തകളും മൈനുകളുമാണ്. അത്തിപ്പഴമാണ് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ ഇങ്ങനെ പണിതിട്ടുണ്ടാവും അല്ലേ. വണ്ടർഫുൾ. എന്തല്ലേ, കുറേ ബ്രോൺസ് ശില്പങ്ങളാണ് താഴെ വെച്ചിരിക്കുന്നത്. മുകളിൽ റൂഫിൽ കൊത്തുപണികളും പെയിൻറ്റിങ്സുമാണ്. അടിപൊളി. രാജ സർഫോജിയുടെ പ്രതിമയല്ലേ. പിന്നെ അതിന് പുറകിലായിട്ട്
ഇതാ രാമൻ്റെ പട്ടാഭിഷേകമാണെന്ന് തോന്നുന്നല്ല അതന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ചുറ്റിലും വാനരപ്പടയുണ്ട്. രാജാവിൻ്റെ താഴത്ത് കണ്ടോ ആ പ്രധാനമായ പ്രതിമ വെച്ചതിൻ്റെ ആ മണ്ഡപത്തിൽ തന്നെയുള്ള കൊത്തുപണികൾ നോക്കിക്കേ. അതും കല്ലിലാണ് കേട്ടോ. ഇഷ്ടം പോലെ കൊത്തുപണികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോ അവതാരങ്ങളുടെ കൊത്തുപണികളായിരിക്കണം കേട്ടോ. പിന്നീട് കണ്ടത് അടുത്ത മുറിയിലെ കാഴ്ചകളാണ്. ഇവിടെ നിറയെ ബ്രോൺസ് ശില്പങ്ങളാണ്. ഓട്ടിൻ്റെയും മറ്റു ലോഹങ്ങളുടെയും ശില്പങ്ങളാണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ മറ്റ് അനവധി കോയിനുകളും മെഡലുകളും ഓരോ രാജകൊട്ടാരത്തിലും കാണാവുന്ന അലങ്കാര വസ്തുക്കളുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റു നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ രാജാക്കന്മാരും പുറമേ നിന്നുള്ള ഫോറിനേഴ്സ് വരുന്നവരും എല്ലാവരും സമ്മാനിച്ചതുമായതും അതുപോലെ തന്നെ അലങ്കാരത്തിനായിട്ട് വാങ്ങി വെച്ചതും പിന്നെ നാട്ടുരാജാക്കന്മാർ ഈ അമ്പലങ്ങൾ ഇവരുടെ കീഴിലുള്ള അമ്പലങ്ങൾക്ക് സമർപ്പിച്ച ഒരുപാട് ശില്പങ്ങളുണ്ടാവും, വിഗ്രഹങ്ങളുണ്ടാവും. അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ അമ്പലങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും കണ്ടെടുത്താണ്. കുറേയേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ വിറ്റുപോയതൊക്കെ തിരിച്ചു പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ശില്പങ്ങളും ഒരുപാട് ഉപകരണങ്ങളൊക്കെയാണ്. കുറേ എണ്ണത്തിനൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ചെണ്ണൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചരിത്രപരമായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർക്കൊക്കെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെയുള്ളത്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് ഒരു വാച്ചുണ്ട്. ഓടുന്നില്ല എങ്കിലും ആ വാച്ച് വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. പിന്നെ മേൽക്കൂരിയിൽ ഹാങ്ങിങ് ആയിട്ടുള്ള കമ്പികൾ തൂക്കിയിട്ടുണ്ട്. അത് മിക്കവാറും വിളക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബ് വന്നിട്ടുണ്ടാവണം ആ കാലഘട്ടത്ത്, അതിന് വേണ്ടിയിട്ടായിരിക്കണം കേട്ടോ. നടരാജ ഹാളിനകത്ത് ഇഷ്ടംപോലെ നടരാജ വിഗ്രഹങ്ങളാണ് ആ കാലഘട്ടത്ത് സമ്മാനമായി ലഭിച്ചതായിരിക്കണം. പാലസിൻ്റെ ദർബാർ ഹാള് ഇപ്പോൾ പെയിൻറ്റിംഗ് ആണ്. അത് ഒരു കൊല്ലമായിട്ട് ക്ലോസ്ഡ് ആണ്. അതാണ് കാണേണ്ടത്, പക്ഷെ അത് കാണാൻ പറ്റില്ല. എന്തായാലും 5 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തണം കേട്ടോ. 4 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയേ എന്തെങ്കിലുമൊക്കെ കാണാൻ വഴിയുള്ളൂ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി പുറത്തുള്ള പാലസിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഇതെന്തോ ഒരു കുളം പോലെ കേട്ടോ താഴെ. അവിടെ ഒരു വെള്ളം പോകാനുള്ള ഡ്രെയിനേജ് സംഭവമുണ്ട്. ഇതെന്താണെന്ന് അറിയുന്നില്ല. അതാ ചോദിച്ച് മനസ്സിലാക്കാൻ ആരും ഇവിടെ ഇല്ല. തന്നെ കേട്ടോ, ഇത് ബെൽ ടവറാണ്. അതെന്തിനാന്ന് ഇത്രയും നിലകളിലോ അത് ഒച്ച കേൾക്കാനായിരിക്കും. അത്രയും മുകളിൽ നിന്ന് ബെല്ലടിക്കാനുള്ള വലിയ മണിയുണ്ടാവും മേലെ. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, വർക്കിംഗ് ഒന്നുമില്ല. അങ്ങോട്ട് പോകാനും പറ്റില്ല. പക്ഷെ അതെന്തിനാ എത്ര മേലെ ഇങ്ങനെയൊരു ബിൽഡിങ്സ് എന്നറിയില്ല. അവൻ്റെ പ്രത്യേക ഡിസൈൻ ആയിരിക്കും. ഇവിടെ താഴെ എന്താണെന്നുള്ളത് ഇതവിടെ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല കേട്ടോ, ഒന്നും എഴുതിയിട്ടില്ല ഡീറ്റെയിൽസ്. എന്തായാലും എനിക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, അത് ഇങ്ങോട്ട് ഇറങ്ങി പോകേണ്ട എന്തെങ്കിലും ആയിരിക്കണം. പക്ഷെ അതിന് മുകളിലോട്ടാണ് നമ്മുടെ ഫ്ലോറൊക്കെ വരുന്നത്. നമ്മളൊക്കെ നിൽക്കുന്നത് ഈ തത്തമാണ് പറക്കുന്നുണ്ടോ. ഇതിന് മേളിലോട്ടാണ് മണ്ണൊക്കെ ഉള്ളത്. അപ്പോൾ അടിയിലൂടെ കനാൽ സിസ്റ്റം ആയിരിക്കും. ഭക്തവത്സലം BABL. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഇത് ആ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ബാക്കി ഇവിടെ നിന്ന് കാണാം. ഇത് കണ്ടോ, അന്നത്തെ എൻജിനീയറിങ് വിസ്മയം കേട്ടോ ഇതൊക്കെ. വലിയൊരു ഗ്രൗണ്ട്. ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരൊക്കെ ക്രിക്കറ്റ് കളിക്കാനും ഗെയിംസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഈ ഗ്രൗണ്ടിലെ കാഴ്ചകൾ. അവിടെ ഒരു വശത്തായിട്ട് ഇവിടുത്തെ കർഷകരുടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. മദ്രാസിൻ്റെ പണ്ടത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഭക്തവത്സല സാറ് ഉദ്ഘാടനം ചെയ്താണെന്ന് തോന്നുന്നു എക്സിബിഷൻ്റെ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് മണിയടിച്ചാൽ ഈ പരിസരം മൊത്തം അറിയാൻ പറ്റും. അതിനായിരിക്കും കേട്ടോ. പണ്ടത്തെ കുറേ ബിൽഡിങ്ങുകളുണ്ട്, കുറേയൊക്കെ പൊളിഞ്ഞു പോയി, പുതിയ ബിൽഡിങ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പണ്ടത്തെ ആ പാലസിൻ്റെ കുറേയേറെ ശേഷിപ്പുകളൊക്കെ ഇവിടെ കാണാം. ഇതിനൊക്കെ നല്ല ചിലവുകൾ വരുന്നതുകൊണ്ടായിരിക്കണം ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ആ ഗ്ലാസ്സൊക്കെ ഒന്ന്, ആ ജനാലയൊക്കെ അടിപൊളിയൊക്കെ എന്ത് ഭംഗിയായിരിക്കും ഈ ഭാഗമൊക്കെ കാണാൻ. നമ്മൾ ആ കണ്ട ബിൽഡിങ്ങിൽ ഇവിടെ എക്സിബിഷൻ ഉണ്ടെന്ന് കാണിക്കുന്നു കേട്ടോ. തഞ്ചാവൂർ ബൊമ്മയുടെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ആ പഴയ ബിൽഡിങ്ങിലോട്ട് കയറാൻ കിട്ടിയ ഒരു അവസരമല്ലേ, പാഴാക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട്. മേലെ എൻട്രൻസ് ഫ്രീ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങി കേട്ടോ. ഇത് സർക്കാരിൻ്റെ സ്ഥാപനമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കമ്മിയുണ്ട് കേട്ടോ. തലയാട്ടുന്ന ബൊമ്മകൾക്ക് എല്ലാവിടെയും ഒരേ റേറ്റ് തന്നെയാണ്. ഡോള് കണ്ടില്ലേ, അതുപോലത്തെ പിന്നെ വേറെ കുറച്ചുണ്ട്. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് പാക്കിലാണ്, അത് കാരണം നമുക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമില്ല. ഈ മറാത്ത പാലസിൽ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കൺവീനിയൻറ്റ് റേറ്റിൽ കിട്ടും കേട്ടോ. ഇനി ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ ബൊമ്മകളാണ് കേട്ടോ. ഇതുപോലത്തെ ബൊമ്മകൾക്കാണ് 600 രൂപ. പാലസിന് മുന്നിലുള്ള ഒരു കടയിൽ നിന്ന് ഗോലി സോഡ വാങ്ങിച്ചു. നമ്മൾ പലവിടെയും പാലക്കാട്ടിൽ നിന്നൊക്കെ കാണിച്ചു തന്നല്ലോ. നമ്മൾ പഴനി പോയപ്പോഴൊക്കെ കാണിച്ചാണ് ഈ ഗോലി സോഡ. ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അത് നിന്നപ്പോൾ മറാത്ത പാലസിൻ്റെ മുന്നിൽ കുറേ പിള്ളേർ ദണ്ട് ഉപയോഗിക്കുന്നത് കണ്ടു കേട്ടോ. അവർ പ്രാക്ടീസ് ചെയ്യണ നമ്മുടെ നാട്ടിലെ പോലെ ദണ്ടിൻ്റെ വല്ലതായിരിക്കും കേട്ടോ. ഇതവിടെ കുറേ ചേച്ചിമാരും ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അച്ഛനമ്മമാർ ഇതാ ഇവിടെ വന്ന് അവരെ വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ കുട്ടികളെ പ്രാക്ടീസ് ഇതാരത് മാറി നിൽക്കണോ. അപ്പോൾ പിള്ളേർ വൈകുന്നേരം ആകുമ്പോൾ കരാട്ട പ്രാക്ടീസ് ചെയ്യില്ല നമ്മുടെ നാട്ടിൽ. അന്ന പോലെ ഇവിടെ ദണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോക്കിയേ വരിയായിട്ട് നിന്ന് റെഡി ആയിട്ടുണ്ട്. മാസ്റ്റർ പറയുന്നത് കേട്ടിട്ട് ചെയ്യണം. ഇപ്പോൾ മാസ്റ്ററിൻ്റെ തൊട്ട് താഴെയുള്ള ശിഷ്യന്മാരാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. ആയിവാ അടിപൊളി. ഇതാണ് കേട്ടോ മറാത്ത ദർബാർ ഹാളിൻ്റെ അകത്തെ വശമാണ്. ഇതിനകത്ത് കുറച്ച് പെയിൻറ്റിങ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കയറിയപ്പോൾ ഞങ്ങളൊന്ന് കയറി കേട്ടോ. ഇത് ശരിക്കും ഓപ്പൺ അല്ല, പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലേ നല്ല പെയിൻറ്റിൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവരെപ്പോഴും മെയിൻ്റെനൻസ് നടക്കണ കാരണം അകത്ത് പോയിട്ടും കാര്യമില്ല പറഞ്ഞു. ജസ്റ്റ് എന്തായാലും നമ്മളൊന്ന് കയറി നോക്കാം കേട്ടോ. ഇത് മൊത്തം പൊളിഞ്ഞു കിടക്കണ്ടേ. ഒരു ഇരുട്ട് പൊറിയാണ് കേട്ടോ. നന്നായി സന്ധ്യ കഴിഞ്ഞു, 6 മണിയാവാറായി. അതാണ് കേട്ടോ. എൻട്രി ആണല്ലോ. ഫോർട്ടി യാർഡാണ്. ഇവിടെയും മെയിൻ്റെനൻസ് ഇല്ല. അത് കാരണം തന്നെ ഒന്നും അറിയുന്നില്ല. ആ ബാക്കിലൊക്കെ ബിൽഡിങ് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ സുറുക്കിയും ചെങ്കല്ലും വെച്ച് ഉണ്ടാക്കിയതാണ്. നമ്മൾ മറ്റേ ഇവിടെ കണ്ടല്ലോ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ കണ്ട ചെങ്കല്ല് തന്നെയാണ് കേട്ടോ. വീതി കുറഞ്ഞ ചെങ്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളെല്ലാം സുറുക്കിയും മിശ്രിതമാണ് കേട്ടോ. നമുക്ക് കണ്ടാലേ അറിയുന്നുണ്ട് ചെങ്കല്ലും. അതിനി മെയിൻ്റെനൻസ് കഴിഞ്ഞാൽ നല്ല മാറ്റം വരും. എന്തായാലും ഇനി നമ്മൾ അടുത്ത തഞ്ചാവൂർ യാത്രയിൽ ഇത് ശരിയാകുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ കാഴ്ചയും കൂടി പകർത്താം. പടുകൂറ്റൻ മരത്തിൻ്റെ വാതിൽ കണ്ടോ, എന്തു പൊക്കോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി അടുത്ത കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.